കാണണം, അതാണ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എടുക്കാൻ ഇത് കാണാൻ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് 100% ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫിലിമാണ്. ഒട്ടും സിനിമാറ്റിക് ആവാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളത്, റിയലിസ്റ്റിക് ഇൻസിഡൻസിൽ നിന്നാണ് നമ്മൾ ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സനൂപ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, മേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഒട്ടും സിനിമാറ്റിക് അല്ലാത്ത ഒരു മൂഡിൽ കൂടി തന്നെയാണ്. എന്നാൽ ഓരോ നിമിഷവും നമ്മൾ വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫീലാണ് പടം. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ചേട്ടാ, വില്ലൻ പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഒരു ഹീറോ ആയിരിക്കുകയാണ് ഇപ്പോൾ. ആ ഒരു ചേഞ്ച് ഓവർ ചേട്ടൻ എങ്ങനെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. ഞാനിത് എന്താണ് നമ്മൾ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതാണ്. വില്ലനാണെങ്കിലും ഹീറോ ആണെന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല. നമ്മൾ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ നമ്മളെ എത്രത്തോളം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് പുതുമയായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് എന്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറിനുള്ള രീതിയിൽ ഞാൻ നോക്കാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ CID രാമേന്ദ്രൻ റിട്ടയർഡ് എസ് 100% എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു സിനിമ ചെയ്തത്. നമ്മൾ പ്രേക്ഷകർ കണ്ട് നിങ്ങളിത് വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോഴാണ് എന്താണ് നമ്മുടെ ജഡ്ജ്മെൻറ്റ് ശരിയായിരുന്നു, അല്ലെങ്കിൽ നമ്മളെടുത്ത ആ ഒരു ജോലിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആണ്, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ. ഇതിങ്ങനെ പ്ലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പലരും ആരായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഊഹാപോഹങ്ങളായിരുന്നു അവിടെ നിന്ന്. പക്ഷെ ഞെട്ടിച്ച് കളഞ്ഞു. അത് എൻ്റെ അടുത്തിരുന്നൊരു ഫാമിലിയാണ് എൻ്റെ അടുത്തിരുന്നത്. അപ്പോൾ ആ പയ്യൻ ആദ്യം എന്നോട് ചോദിച്ചു, ഇന്നയാളല്ലേ ഒന്ന് ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് എങ്ങനെ മനസ്സിലായി ചോദിച്ചാൽ പറഞ്ഞു, ആണോ നമ്മളത് കാണും. കുറച്ച് കഴിയുമ്പോൾ പയ്യന് മനസ്സിലായി അയാളല്ലെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ആ മോളൊരു ചോദിച്ചു, മറ്റേ ആളാണോ എന്ന് ചോദിച്ചു. ആ മോളെന്നോട് ചോദിച്ചു. നമ്മൾ മോള് കാണും എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ അവരാരും വിചാരിക്കാത്ത ഒരാൾ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഇയാളാണോ അയാളാണോ എന്നിങ്ങനെ നമ്മളിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് നാളിന് ശേഷമാണ് അങ്ങനത്തെ സിനിമ എന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഫാമിലി ആയിട്ട് വന്നു കണ്ട് നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന റിവ്യൂസിനായിട്ട് പോകാൻ പറ്റുന്ന സിനിമയായിരിക്കും. ഡയറക്ടറോട് ഒരു ചോദ്യമുണ്ട്. ഇതുപോലെ ഇദ്ദേഹത്തെ വെച്ച് ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം ജീത്തു സാറിനെയാണ് ഞങ്ങൾ എപ്പോഴും കാണുന്നത്, ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകളുടെയൊക്കെ. അപ്പോൾ നേരെ ജീത്തു സാറിന് ശേഷം ഒരാൾ വന്നോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം. കഥയും തിരക്കഥയും താങ്കളാണല്ലോ. അങ്ങനെ വിചാരിച്ചാൽ എന്താ തെറ്റ്? അങ്ങനെ ആണെന്ന് പറ, അങ്ങനല്ല അങ്ങനെയല്ലെന്ന് പറയരുത്. എന്നോട് സന്തോഷം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിനോട് സന്തോഷം. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പടം ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലുണ്ടായിരുന്നത്? കാരണം ഒത്തിരിയധികം ത്രില്ലർ സ്റ്റോറീസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം നമുക്ക് ഇത് എത്തിക്കാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ മനസ്സിലുണ്ടായിരുന്നു? കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ഓവർ എക്സാജറേറ്റഡ് അല്ലാത്ത രീതിയിൽ കുറച്ച് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഏകദേശമൊക്കെ കൊള്ളാമെന്ന് എല്ലാവരും പറയുന്നു. രണ്ടാം ഭാഗം കാണുമായിരിക്കും അല്ലേ? രണ്ടാം ഭാഗം ഉണ്ടാവട്ടെ. വലിയ രീതിയിൽ രണ്ടാം ഭാഗം പ്ലാൻ ചെയ്തു. താങ്ക് യു.